റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിൽ വെച്ചെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴി. ഗൂഢാലോചന നടത്തിയ 5 അംഗ സംഘത്തിന് പിന്നിൽ കേരളത്തിലുള്ള ഉന്നതരുണ്ടെന്നും പോറ്റിയുടെ വെളിപ്പെടുത്തൽ. സംഘത്തിലെ ചെറിയ കണ്ണിയാണ് താനെന്നും അന്വേഷണ സംഘത്തിന് പോറ്റി മൊഴി നൽകി. ചൊവ്വാഴ്ചയ്ക്കകം ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. ഹരിമോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഹരി, ഇന്നലെ പോറ്റി പറഞ്ഞ് നമ്മൾ മറക്കില്ല, കുടുക്കിയവരുണ്ട്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ളതാണ്. പോറ്റിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഉന്നതരെ അടക്കം ഉന്നം വയ്ക്കുകയാണ് പോറ്റി. യാഥാർത്ഥ്യം എന്താണ്? അന്വേഷണ സംഘത്തിന് എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ട്? ഹരിമോഹൻ. തീർച്ചയായിട്ടും റോഷ്നി, ഇന്നലെ പോറ്റി പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ മൊഴിയും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുക്കിയവർ കുടുങ്ങും എന്നുള്ള തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ മൊഴി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ രാത്രിയിൽ ദീർഘനേരം നീണ്ട ചോദ്യം ചെയ്യലുണ്ടായത്. ആ ചോദ്യം ചെയ്യലിലാണ് ഈ ഗൂഢാലോചനയുടെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഉണ്ടായിരിക്കുന്നത്. ആ ഗൂഢാലോചന എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങിയതാണ് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ വളരെ നിർണായകമായിട്ടുള്ള വിവരം. നേരത്തെ ഇക്കാര്യങ്ങളിൽ മറ്റുള്ളവർ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിരീകരിക്കുകയാണ്. 5 കർണാടക സ്വദേശികളായിട്ടുള്ള ആളുകൾ, അതിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കൽപേഷ് എന്നുള്ള പേരിനുടമയും അവിടെ ഉണ്ടായിരുന്നു. ആ 5 അംഗ കർണാടകയിലെ സംഘമാണ് ബംഗളൂരുവിൽ വെച്ച് ഗൂഢാലോചന ഇത്തരത്തിൽ നടത്തിയത് എന്ന് പറയുന്നു. അങ്ങനെ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നത്. ആ ഗൂഢാലോചനയിൽ അവർ പറഞ്ഞത് പ്രകാരമാണ് താൻ പ്രവർത്തിച്ചത്. താൻ ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. ആ സംഘത്തിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഉന്നതരിൽ പലരും ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. ഒരു ഇടനിലക്കാരനായി തനിക്ക് ലഭിക്കേണ്ട ലാഭം മാത്രമേ അവിടെ ലഭിച്ചിട്ടുള്ളൂ. അതല്ലാതെ വൻ സാമ്പത്തിക ലാഭം താൻ അതിൽ ഉണ്ടാക്കിയിട്ടില്ല. ആ ലാഭം മുഴുവൻ എടുത്തത് ഈ പറയുന്ന ആളുകൾ, അതായത് ഗൂഢാലോചന നടത്തിയ ആളുകളാണ്. തനിക്ക് ലഭിച്ചത് ചെറിയൊരു ലാഭം മാത്രമാണ് എന്നതടക്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനി ആരാണ് ആ ഉന്നതർ, ആരാണ് ഗൂഢാലോചന നടത്തിയ 5 പേർ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോട് ഇവരാരൊക്കെയാണെന്ന് പേര് വിവരങ്ങൾ അടക്കം പറഞ്ഞു എന്നുള്ളതാണ് വിവരം. എന്തായാലും അതിൽ ഒരാൾ കൽപേഷാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. ബാക്കിയുള്ളവരുടെ പേരുകളാണ് ഇനിയിപ്പോൾ പുറത്തു വരേണ്ടത്. ഒപ്പം തന്നെ കേരളത്തിൽ ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ, അവർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണോ, ദേവസ്വം ബോർഡ് ഭരണസമിതിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഈ ദിവസങ്ങളിൽ വരേണ്ടതുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ വലിയ ആളുകൾ കുടുങ്ങാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. തൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ താൻ മാത്രമല്ല കുടുങ്ങേണ്ടത് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം ഈ വൻ ലാഭം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയും ഒപ്പം തന്നെ തൻ്റെ ഇതുവരെ അറിയാത്ത ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് പോലും അന്വേഷണ സംഘത്തിന് വിവരം നൽകുകയാണ്. അതായത് ബംഗളൂരുവിലുള്ള തൻ്റെ ബാങ്ക് അക്കൗണ്ട്, ഒപ്പം തന്നെ മകൻ്റെ അക്കൗണ്ടുകൾ, ഇവയെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് പറഞ്ഞു നൽകിയിട്ടുണ്ട്. ആ അക്കൗണ്ടുകളിൽ നടത്തിയ പരിശോധനയിലെല്ലാം തന്നെ ബോധ്യപ്പെട്ടത് നിലവിൽ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വൻ സാമ്പത്തിക ലാഭം കൊയ്യുന്ന തരത്തിലേക്കുള്ള ഇടപാടുകളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ടില്ല. അപ്പോഴാണ് ഈ പണം അല്ലെങ്കിൽ ഈ സ്വർണം മറ്റാരുടെയൊക്കെയോ കൈകളിൽ കൂടി മറിഞ്ഞാണ് പോയിട്ടുള്ളത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൂടി മാത്രമല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ആ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഈ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനി ഈ കൽപേഷ് എന്ന് പറയുന്ന ആളാണ്. കൽപേഷിൽ കൂടിയായിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവരിലേക്ക് കടക്കുക. അവരിൽ നിന്നാണ് മറ്റു ഉന്നതരിലേക്ക്, അതായത് കേരളത്തിൽ നിന്നുള്ള ഉന്നതർ, നിലവിൽ പ്രതിപട്ടികയിലുള്ള ആളുകളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇന്ന് രാവിലെ മുതൽക്ക് നടന്ന ചോദ്യം ചെയ്യൽ അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊരു 2 മണിക്കൂർ രാവിലെ തന്നെ ഒരു ഇടവേള ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് തുടർച്ചയായ ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരനും അന്വേഷണ സംഘത്തിലുള്ള ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള P ബിജോയും എല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടരുകയാണ്. ഇവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും തുടർച്ചയായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. കാരണം ഈ ചൊവ്വാഴ്ച ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. ആ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും മുൻപ് കൃത്യമായ വിവരങ്ങൾ, നിർണായക വിവരങ്ങളെല്ലാം തന്നെ കോടതിയെ ധരിപ്പിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ആ നിർണായക വിവരങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ അടുത്തൊരു അറസ്റ്റോടു കൂടിയായിരിക്കും ആ റിപ്പോർട്ടിൻ്റെ ഒരു സമർപ്പണം അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് കൊണ്ട് മാത്രം ഒന്നും കഴിയില്ല. അത് ഈ 14 ദിവസത്തെ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരിക്കെ തന്നെ മറ്റുള്ള പ്രമുഖരിലേക്ക് കൂടി ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ
നീളേണ്ടി വരും, ഒരുപക്ഷെ ആ കസ്റ്റഡി ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോകേണ്ടി വരും. അത്തരത്തിലുള്ള നീക്കങ്ങളാവും ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന നിർണായക മൊഴികളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയ രേഖകൾ, തെളിവുകൾ, ഒപ്പം തന്നെ മറ്റു മൊഴികൾ എല്ലാം തന്നെ ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി അനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സന്നിധാനത്തൊക്കെ തന്നെ പരിശോധന നടത്തുകയും എക്സിക്യൂട്ടീവ് ഓഫീസിലെ ഫയലുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തത്. ആ രേഖകളിൽ ഉള്ള കണക്കുകൾ പ്രകാരം ഉള്ള വിവരങ്ങൾ പ്രകാരം ഇനിയാണ് മറ്റുള്ളവരിലേക്ക് പോകേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലെത്തേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരപ്രകാരം ഒരു അടിയന്തര യോഗം, അതായത് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ADGP H വെങ്കടേഷുമായി ഒരു അടിയന്തര യോഗം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ശശിധരനും അന്വേഷണ സംഘത്തിലെ മുതിർന്ന SP ആയിട്ടുള്ള P ബിജോയും നടത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ യോഗത്തിൽ വെച്ച് ഇനി അടുത്ത കസ്റ്റഡി അല്ലെങ്കിൽ അടുത്ത അറസ്റ്റിലേക്കുള്ള നീക്കം എങ്ങനെ വേണമെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഇന്നലെ രാത്രിയിൽ നടന്ന മൊഴിയെടുപ്പിൽ പറഞ്ഞ പ്രധാനപ്പെട്ട, ചോദ്യം ചെയ്യലിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഈ ഗൂഢാലോചനയെ സംബന്ധിച്ച വിവരങ്ങൾ, ആ വിവരങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ഉന്നതരെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഉന്നതരെ കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ധാരണ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കരുതുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും അത് തന്നെയാണ് വേണ്ടത്. പോറ്റിയിലൊന്നും അവസാനിക്കില്ല, അവസാനിക്കരുത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും കരുതുന്നത്.